ഹായ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയത് തയ്യാറാക്കാം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 സവാള നീളത്തിൽ എരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കൈവച്ച് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്നും തന്നെ വെള്ളം വരും. അത് മതി ചിക്കൻ വേവാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിക്കന് അടിയിൽ പിടിച്ചു പോകും. ചിക്കൻ എല്ലാം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ചതച്ചു വെച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ഇതുപോലെ വെള്ളം എല്ലാം വെച്ച് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറ്, അപ്പം, പത്തിരി, പൊറാട്ട, പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ പറയണേ. താങ്ക് യു.